അബ്ദുൽ കലാം സാറ് വെച്ച തെങ്ങാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കയർ കൊണ്ടുള്ള വീടാണ്. കയർ ഉൽപ്പന്നം കേരളത്തിലെ ആദ്യത്തെ തന്നെ കയർ ഫാക്ടറിയാണ് ആലപ്പുഴയിലുള്ളത്. അപ്പോൾ ഈ കയർ ഉൽപ്പന്നങ്ങളും തടിയൊക്കെ കാണുന്നതല്ലാതെ ഇതുപോലുള്ള എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വേറെ ഇത് ഫുള്ള് കയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചിരട്ടയാണല്ലോടാ, ടേബിൾ ചിരട്ട കൊണ്ട് ചെയ്തേക്കണ ആണ്. ഇതിനകത്ത് ഇത് നല്ല തണുപ്പാണല്ലേ, ഒരു തരിച്ചൂടില്ല. നമ്മൾ മഡിൻ്റെ വീട്ടിൽ കയറണ പോലെ വലിയൊരു കോട്ടയാണ്. കയറ് കൊണ്ട് മരം കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ കയർ മ്യൂസിയം ആണ്, ആലപ്പുഴയിലാണ് ഉള്ളത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകൾ ഇനി കാണാം. ബംഗാളിലെ ചണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളായ ജെയിംസ് ദാറയും ഹെൻറി സ്മെയറും കൂടെ നിർമ്മിച്ച ആലപ്പുഴ ജില്ലയിലെ കയർ ഫാക്ടറികൾ, കേരളത്തിലെ ആദ്യത്തെ തന്നെ കയർ ഫാക്ടറിയാണ് ആലപ്പുഴയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കയർ മ്യൂസിയത്തിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഫുള്ള് കാണാൻ പോണത്. ഇതാണ് ഇവർ രണ്ടുപേരുമാണ്, ജെയിംസ് ദാറയും ഹെൻറി സ്മെയറും. നമ്മൾ കയർ കൊണ്ട് നിർമ്മിച്ച സാധനമാണ്, റോളാണിത്, ഫുള്ള് കയറാണ്. അതുപോലെ തന്നെ ഇത് ഫുള്ള് ചകിരി വെച്ച് നിർമ്മിച്ചേക്കണാണിത്. ചകിരിയും ചെറിയ ചെറിയ കയറുകൾ ഉപയോഗിച്ചിട്ടാണ്, കയറും ചകിരിയും വെച്ചിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ഡ്രസ്സാണ്, കയർ കൊണ്ടുള്ള. അപ്പോൾ അകത്തൊന്നും കുത്തിക്കൊള്ളാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിൻ്റെ കയർ വെച്ചിട്ടുള്ള ഇതാ. നമ്മളെ വീട്ടിൽ ഈ പൈസ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തു വെക്കണത്. ഇതുപോലെ തന്നെ കയറി തേങ്ങ എടുത്ത് ഇത് പൊതിച്ച്, ഇത് ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നമാണ്. പിന്നെ ഇത് മരമല്ല, ഇത് ചിരട്ട കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉൽപ്പന്നമാണ്. കാരണം അതുവരെ നമ്മൾ ചെയ്തേക്കണത് തേങ്ങ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. തെങ്ങ് കയറിയിട്ട് ഇറങ്ങി തേങ്ങ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് തേങ്ങ പൊതിച്ച് തേങ്ങ ഇതിലിട്ട് ബോട്ട് വെള്ളത്തിൽ കയറ്റി കൊണ്ടുവന്ന് ഇത് ചെയ്ത് ട്രാവലിങ് ചെയ്ത് കാളവണ്ടി കയറ്റി അവിടെ കൊണ്ടുവന്ന് തേങ്ങ ചകിരിച്ചോറ് വെട്ടി എടുത്ത് കയറാക്കണ രീതി വരെയാണ് ഇതിനകത്ത് നമ്മളെ ചിരട്ട കൊണ്ട് ചെയ്ത് വെച്ചേക്കണതാണിത്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി, ഭയങ്കര ഒറിജിനാലിറ്റി കാണാൻ വേണ്ടി, ജീവനുള്ള വസ്തു പോലെ ഉണ്ട്. ഇത് ആദ്യകാലത്തെ യന്ത്രങ്ങളാണ്. നമ്മൾ ഇതൊക്കെ കയറിൻ്റെ സിസ്റ്റങ്ങൾ മാറിത്തുടങ്ങിയ സമയത്ത് നമ്മളെ കൈകൊണ്ട് മാറ്റി യന്ത്രത്തിലേക്ക് മാറിയപ്പോഴുള്ള ആലപ്പുഴേൻ്റെ ഉപയോഗിച്ചിരുന്ന മിഷണറീസാണ് ഈ കാണുന്നത്. അപ്പം ഇതൊക്കെ എല്ലാം ഇവിടെ എക്സ്പ്ലനേഷനും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുള്ള്. നമുക്ക് അതൊക്കെ നോക്കി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് നോക്കി പഠിക്കാം എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഉപയോഗിക്കണത്, ഈ രീതി എങ്ങനെയാണ്. ഇതിവിടെ കയറിൻ്റെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷണറീസും കൂടെയാണ്. ഇവിടെ ആൾക്കാർ വരുമ്പോൾ, ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന രീതിയും കൂടെ ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഇത് എഴുതി വെച്ചിട്ടും കൂടെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇതിനകത്തേക്ക് ചകിരിയും സാധനങ്ങളൊക്കെ ഇട്ട് കഴുകി എടുക്കണ റാഡാണ്. അതൊക്കെ ഇത്രയും വലിയ, ഇതൊക്കെ ഫുള്ള് ഇരുമ്പിലാണ്, നല്ല അടിപൊളി ഇരുമ്പിൽ നല്ല സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പെർഫെക്റ്റ് മിഷണറീസാണ് ഉള്ളത്. ഇതൊക്കെ കണ്ടോ, കയറ് റാഡ് വെച്ച് തിരിക്കണ രീതിയും അതൊക്കെ മാറി കയറിങ്ങനെ കുത്തി കൊടുക്കണം. നമ്മൾ കയറ് റോൾ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. കയറ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിഷൻസാണിത്. അപ്പം അത്രയും വലിയ മിഷണറീസാണ് ഇത്. നമുക്കൊരു ചെറിയൊരു സ്പേസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മിഷണറീസ് ഒന്നും അല്ല. അത്രയും വലിയൊരു സ്പേസിലാണ് ഈ മിഷണറീസൊക്കെ ഉള്ളത്. അതിൻ്റെ രീതികളും സാധനങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്പേസിലാണ്, ഇത്രയും വലിയ സ്പേസിലാണ് ഈ മിഷണറീസ് കംപ്ലീറ്റ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പം അത്രയും വലിയൊരു കയർ വ്യവസായമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും
കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കയർ വ്യവസായങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് കയർ വ്യവസായം. ഇത് കയറ് നമ്മൾ വള്ളത്തിൽ കയറ്റി കൊണ്ടുവന്ന്, കയറല്ല ചകിരി, ഇത് വള്ളത്തിൽ കയറ്റി കൊണ്ടുവന്ന് വരണ ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഇത്രയും ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ വള്ളമാണ് ഇത്. കയറ് കൊണ്ടുള്ള കൊടയാണ്. ഇത്രയും വലിയൊരു കൊടയാണ്. കയറ് കൊണ്ട് മരം കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ഇത്രയും വെയിറ്റ് ഉണ്ട്. അടിപൊളി സാധനം. നമുക്ക് വെയിൽ കൊള്ളാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റൂല. ഈ പുറകെ കാണുന്ന ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണ്. ഇത് കയറ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണിത്. കണ്ടില്ല, ഭയങ്കര കളേഴ്സും കയറും ഉപയോഗിച്ചിട്ട് ചെയ്തേക്കണതാണ്. നാച്ചുറലാണ്. ഇത് കണ്ട, ഇത് കയറ് കൊണ്ടിട്ടുള്ള ഒരു വീടാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കയറ് കൊണ്ടിട്ടുള്ള വീടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കയറ് കൊണ്ടുള്ള വീടാണ്. കയർ ഉൽപ്പന്നം അകത്തേക്ക് കയറുന്ന അങ്ങനെ ടേബിളൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കയറാണ്, കയർ ഉൽപ്പന്നങ്ങളാണ്. ഇത് ചിരട്ടയാണല്ലോടാ. ടേബിൾ ചിരട്ട കൊണ്ട് ചെയ്തേക്കണ ആണ്. ഉയ്യോ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചിരട്ട കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. അടിപൊളി. നല്ല നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഒരു മുകളിലെ പാത്രത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതാ ഒരു ബെഡ്റൂം സ്പേസ്, ഒരു ബെഡ്റൂം സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം സ്പേസ് ഉണ്ട് ഇവിടെ. ഇത്രയും നല്ല പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടിയിട്ട് പല റിസോർട്ടുകളിലൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ തന്നെ പറ്റും. കാരണം ഇതിനകത്ത് ഇത് നല്ല തണുപ്പാണല്ലേ. ഒരു തരിച്ചൂടില്ല. നമ്മൾ മഡിൻ്റെ വീട്ടിൽ കയറണ പോലെ തണുപ്പാണ് നല്ല. ഇതൊക്കെ ചകിരി കൊണ്ട് ചെയ്തേക്കണതാണ്. പെർഫെക്റ്റാണ്. ഒരു തരി ഇവിടെ നിന്ന് ഒരു തരി കൊള്ളുന്ന പോലുമില്ല. അപ്പോൾ മരം ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ട, നമുക്ക് ഇരുട്ടാണ്. ഇത്രയും ലൈറ്റും സൗകര്യമുള്ളൂ. നമുക്ക് ഇത്രയും കാണിക്കാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പോൾ ഒരു അടിപൊളി സെറ്റപ്പാണിത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കയറ് വെച്ചിട്ടാണ് ലൈറ്റ് ചെയ്തത്. ലൈറ്റ് നമ്മളെ നോർമൽ ലൈറ്റാണ്, പക്ഷെ ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ ഉള്ളത് ഇതൊക്കെ ബോട്ടിൽസിൻ്റെ രീതിയിൽ നമുക്ക് വൈനൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ബോട്ടിൽസ് ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ഗ്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നക്ഷത്രമാണ്. ക്രിസ്മസിനൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കയർ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒക്കെ ഇവിടെയാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റുഡൻസിന് ഇവിടെ പഠിക്കാം. ഇവിടെ കോഴ്സൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കയർ ഉൽപ്പാദനം കാര്യങ്ങളൊക്കെ ആയിട്ട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. ഇതൊക്കെ മിഷനറീസാണ്. പഴയ ടൈപ്പ് മെഷീൻസാണ്. ഇതിൽ നമുക്ക് കയറാക്കിയെടുത്ത് അത് കഴിഞ്ഞ് മടഞ്ഞ് പല പായകളും സാധനങ്ങളും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വലിയ ഷീറ്റുകളാക്കി ഇവിടെ പഠിക്കുന്നത് സ്റ്റുഡൻസിനുള്ള സ്ഥലമാണ്. ഇതൊക്കെ കണ്ട, കയറുകൊണ്ടുള്ള മാറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ടാക്കും. മണ്ണൊലിപ്പ് തടയാൻ, പിന്നെ ഈ തോടുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും. പിന്നെ ഈ പറഞ്ഞ ഇതൊക്കെ കയറാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കണ അവർ സ്റ്റുഡൻസ് ഉണ്ടാക്കി വെച്ചേക്കണ സാധനങ്ങളാണ്. ഇത്രയും ഭയങ്കര വൈഡായിട്ടാണ്. എത്രയോ ഒരു 4,000-5,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തത്തിൽ. ഇത്രയും ഈ ആലപ്പുഴയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മ്യൂസിയത്തിൽ വരണം. കാരണം അത്രയും കാഴ്ചകളാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത്. നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് കാണിച്ചു തുടങ്ങും. കാരണം അവർ ഈ കയർ ഉൽപ്പന്നങ്ങളും തടിയൊക്കെ കാണുന്നതല്ലാതെ ഇതുപോലുള്ള എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എന്നൊന്നും ഇതുവരെ കാണില്ല. ഇത് വേറെയുള്ള ജില്ലകളിലൊന്നും കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല. ഇത് ആലപ്പുഴ ജില്ലയിൽ മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. വേണ്ട, ഇത് ഫുള്ള് കയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.
നമ്മളെ വീട്ടിൽ വാളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പണ്ട് കാലത്തെ മിഷ്യൻസ് മുതൽ ആധുനിക കാലത്തെ മിഷനറീസ് വരെ ഇതിനകത്തുണ്ട്. നല്ല ഇതിപ്പോൾ ഇതാ കയറ്, ഇത് പുതിയ ടൈപ്പ് ഇതാണ് കയറ് എടുക്കണ മിഷ്യനാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കുക. ഇത് അത്രയും പുതിയതല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ മിഷനറീസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ വെച്ചേക്കണതാണ്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ കയറ് ഉണ്ടാക്കണത് ഈ പറഞ്ഞ പോലെ റാഡ് തിരിച്ച് ചേച്ചിമാർ റാഡ് തിരിച്ച് ഒരാൾ ഇങ്ങനെ കയറും കൊണ്ട് ഇങ്ങനെ പിരിച്ച് പോണ രീതിയാണ്. അടിപൊളിയാണ്, നല്ല രസമാണ് ചെയ്ത് വെച്ചേക്കണ കാണാൻ വേണ്ടിയിട്ട്. അതാ ഒരു സിംഹത്തിൻ്റെ രൂപം ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒന്ന് ചകിരി ഇതാ നമ്മളെ ഇത് തേങ്ങ വെട്ടി അതിൻ്റെ ചകിരി വെട്ടി എടുത്ത് ചകിരിച്ചോറാക്കി അതിനകത്തുനിന്ന് കയറ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. ഒരു ഭയങ്കര ആംബിയൻസ് സെറ്റ് ചെയ്തിട്ട് പഴയ വിളക്കൊക്കെ വെച്ച് പഴയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര ഒരു പണ്ട് കാലത്ത് ആലപ്പുഴ ജില്ലയിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇതുപോലെ ചെയ്ത് വെച്ചേക്കണത് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. നമുക്കിതൊക്കെ നമ്മളെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വിചാരിക്കും. ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് കുറഞ്ഞു. ഇത് കണ്ടോ, ഈ സൈഡൊക്കെ അവർ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ അങ്ങോളം ഉണ്ട്, അത്യാവശ്യം വലിയ സ്പേസിലാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് അബ്ദുൽ കലാം സാറ് വെച്ച തെങ്ങാണ്. അപ്പം ഇവിടെ കയർ മ്യൂസിയത്തിൽ വന്ന സമയത്ത് പുള്ളി ഇവിടെ വെച്ച തെങ്ങാണ്. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ ഉമ്മൻചാണ്ടി സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അത്രയും ഇൻ്റർനാഷണൽ മ്യൂസിയമാണ്. നമുക്ക് ഇത് യൂസ് ചെയ്യുക. കാരണം ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരു വർഷത്തെ 6 മാസമൊക്കെ കോഴ്സുകളുണ്ട്. വന്ന് അത് പിന്നെ ഇത് കോഴ്സുകൾ ചെയ്യുക, ബിസിനസ് സാധ്യതകൾ നോക്കുക. അപ്പോൾ ഒരുപാട് ഇവിടെ ഒന്നും അധികം സ്റ്റുഡൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ അറിയില്ല ഇതിനെക്കുറിച്ചിട്ട് പല ആൾക്കാർക്കും. അപ്പോൾ ഈ കോഴ്സൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ നമുക്ക് ഭയങ്കര സ്കോപ്പുള്ള കോഴ്സുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ബൈ. ഇത്രയും വെയിറ്റ് ഉണ്ട്, അടിപൊളി സാധനം. നമുക്ക് വെയിൽ കൊള്ളാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പുറകെ കാണുന്ന ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണ്. ഇത് കയറ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒളിമ്പിക്സിൻ്റെ ചിഹ്നമാണിത്. കണ്ടില്ല, ഭയങ്കര കളേഴ്സും കയറും ഉപയോഗിച്ചിട്ട് ചെയ്തേക്കണതാണ്. നാച്ചുറലാണ്. ഇത് വേണ്ട, ഇത് കയറ് കൊണ്ടിട്ടുള്ളൊരു വീടാണ്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് കട്ടി നമ്മളെ വീട്ടിൽ വാളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. കട്ടി. അപ്പം ഇവിടെ കയർ മ്യൂസിയത്തിൽ വന്ന സമയത്ത് പുള്ളി ഇവിടെ വെച്ച തെങ്ങാണ്. ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ ഉമ്മൻചാണ്ടി സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അത്രയും ഇൻ്റർനാഷണൽ മ്യൂസിയമാണ്. നമുക്ക് ഇത് യൂസ് ചെയ്യുക. കാരണം ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരു വർഷത്തെ 6 മാസമൊക്കെ കോഴ്സുകളുണ്ട്. വന്ന് അത് പിന്നെ ഇത് കോഴ്സുകൾ ചെയ്യുക, ബിസിനസ് സാധ്യതകൾ നോക്കുക. അപ്പോൾ ഒരുപാട് ഇവിടെ ഒന്നും അധികം സ്റ്റുഡൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ അറിയില്ല ഇതിനെക്കുറിച്ചിട്ട് പല ആൾക്കാർക്കും. അപ്പോൾ ഈ കോഴ്സൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ നമുക്ക് ഭയങ്കര സ്കോപ്പുള്ള കോഴ്സുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ബൈ.